തപാൽ വോട്ട് പൊട്ടിച്ച് തിരുത്തിയെന്ന പ്രസംഗത്തിൽ പോലീസിനെതിരെ മുതിർന്ന CPIM നേതാവ് ജി സുധാകരൻ. പോലീസ് അനാവശ്യമായി പിടിച്ച പുലിവാലാണ് തനിക്കെതിരെയുള്ള കേസ്. താൻ തെറ്റ് ചെയ്തിട്ടില്ല. നെഗറ്റീവായ കാര്യം പറഞ്ഞ് പോസിറ്റീവാക്കാനുള്ള പ്രസംഗതന്ത്രമാണ് താൻ ഉപയോഗിച്ചതെന്നും ജി സുധാകരൻ പറഞ്ഞു. ഒരു കേസ് വന്നാൽ എന്തോ പുലിവാൽ പിടിക്കുക. എത്രയോ കേസുകൾ നമ്മുടെ പേരിൽ വന്നിരിക്കുന്നു. എത്ര കേസ്. അതാ പോലീസ് പുലിവാൽ പിടിച്ചതെന്ന് പറഞ്ഞു. ഒരു കാര്യം നെഗറ്റീവായി പറഞ്ഞ് പോസിറ്റീവായ എഫക്റ്റ് ഉണ്ടാക്കുക എന്നുള്ള ഒരു പ്രസംഗ തന്ത്രമുണ്ട്. അതൊന്നും പോലീസുകാർക്ക് അറിയില്ലായിരിക്കും. അത് നിങ്ങൾ ആ SP യോട് കണ്ടു ചോദിക്കും എന്താണ് അടുത്താണ്, അല്ല ഡിസ്ട്രിക്ട് കളക്ടറോട് ചോദിക്കും. ഞാൻ ആരെയും വിളിച്ചിട്ടില്ല, ഒരാളുടെ സഹായം തേടിയിട്ടില്ല, ഒരു പോലീസിൻ്റെ സഹായം തേടിയിട്ടില്ല, ആരുടെ സഹായം ഞാൻ തേടിയിട്ടില്ല. ഞാനിവിടെ തന്നെയുണ്ട്. അഭിഭാഷക സമൂഹം കേരളം മൊത്തം എനിക്ക് നല്ല പിന്തുണയാണ്. ജസ്റ്റിസ് കമാൽ പാഷ വരെ പറഞ്ഞത് അസംബന്ധമാണ്, നിലനിൽക്കത്തില്ല. ഒരു ജഡ്ജിയല്ലേ അത്. ഇതെല്ലാവരും വിമർശിക്കുന്ന ആളാണല്ലോ പൊതുവെ. അതും അങ്ങനെയാണല്ലോ പറഞ്ഞത്. അതിനിടെ മന്ത്രി സജി ചെറിയാനെതിരെ ഒളിയമ്പുമായി ജി സുധാകരൻ രംഗത്തെത്തി. രാജ്യത്തിന്റെ നിയമവ്യവസ്ഥയെ മുഴുവൻ വെല്ലുവിളിച്ച ആൾക്കെതിരെ എന്ത് നിയമ നടപടിയാണ് സ്വീകരിച്ചത്? തന്റെ പ്രസംഗത്തിൽ 3 ദിവസത്തിനുള്ളിൽ ജാമ്യമില്ലാ വകുപ്പ് ചുമത്തിയെന്നും ജി സുധാകരൻ കുറ്റപ്പെടുത്തി. മനീഷ് മഹിപാൽ വിവരങ്ങളുമായി. മനീഷ്, നേരത്തെ പോലീസിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ജില്ലാ സെക്രട്ടറി രംഗത്തെത്തിയത്. എന്നാൽ ഔദ്യോഗിക നേതൃത്വം, സംസ്ഥാന നേതൃത്വം, MV ഗോവിന്ദന്റെ പ്രതികരണം ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ ശ്രദ്ധിക്കണം എന്നുള്ളതായിരുന്നു. ഇപ്പോൾ ഇത് പ്രസംഗതന്ത്രം എന്നൊക്കെ പറയുമ്പോൾ പോലും പറഞ്ഞ കാര്യം എത്രത്തോളം ഗൗരവതരമാണ് എന്നുള്ളതല്ലേ അതിൻ്റെ കഴമ്പിൽ വരുന്നത്? അനുജ, 1951 ജനപ്രാതിനിധ്യ നിയമം, അതായത് ജാമ്യമില്ലാത്ത വകുപ്പുകൾ അടക്കം ചുമത്തിയത് പോലീസിന്റെ ധൃതി പിടിച്ചുള്ള നടപടിയാണ്. ഈ കേസിൽ താൻ സാങ്കേതികമായി അന്ന് പറഞ്ഞ ആ ഒരു പ്രസംഗം, അതിനെപ്പറ്റി താൻ തന്നെ പിന്നീട് മൊഴിയെടുത്തപ്പോൾ തന്നെ എന്താണ് അതിന്റെ അർത്ഥമാക്കിയത്, 1 മണിക്കൂർ നീണ്ട പ്രസംഗത്തിൽ എന്താണ് താൻ ഉദ്ദേശിച്ചതെന്ന് വ്യക്തമായ മൊഴി തഹസിൽദാർക്ക് നൽകിയതാണ്. പിന്നെ ഒരു തെളിവുമില്ലാത്ത പശ്ചാത്തലത്തിൽ എന്തിനാണ് പോലീസ് ധൃതി പിടിച്ച് ഇങ്ങനെ ഒരു കേസ് എടുത്തതെന്നാണ് ജി സുധാകരൻ അസ്വസ്ഥപ്പെടുന്നത്. ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് പോലീസിനെതിരെ രൂക്ഷമായ വിമർശനമാണ്. പോലീസിന് ഇത് യുക്തിപരമായ കാര്യങ്ങൾ പരിശോധിക്കാതെയാണ് പോലീസ് കേസെടുത്തത്. ജില്ലാ പോലീസ് മേധാവിയോട് തന്നെ ചോദിക്കണം എന്തിനാണ് ഈ രീതിയിൽ കേസെടുത്തത് എന്നുള്ള കാര്യമാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ ഭരണഘടനാ പ്രസംഗ വിവാദം നടത്തിയ സജി ചെറിയാനെതിരെ കൂടി ഒളിയമ്പുണ്ട്. അന്ന് 1 മാസം നീണ്ട ശേഷമാണ് സജി ചെറിയാനെതിരെ, അദ്ദേഹത്തിന്റെ പേര് നേരിട്ട് പറയുന്നില്ല, സജി ചെറിയാനെതിരെ ജാമ്യമുള്ള വകുപ്പ് പ്രകാരം കേസെടുത്തു. പക്ഷേ തന്റെ വിഷയത്തിൽ 3 ദിവസത്തിനുള്ളിൽ തന്നെ ജാമ്യമില്ലാത്ത വകുപ്പെടുത്ത് കേസെടുക്കാനുള്ള കാരണം എന്താണ്? ഒപ്പം തന്നെ അഭിഭാഷക ലോകം മൊത്തം തനിക്ക് അനുകൂലമാണ്, താൻ എന്താണ് ഉദ്ദേശിച്ചത് അവരടക്കം പറഞ്ഞു. മുൻ ജസ്റ്റിസ് കമാൽ പാഷ അടക്കം ഉള്ള ആളുകൾ ഇത്തരത്തിലുള്ള നടപടിയെതിരെ തന്നോട് സംസാരിച്ചു എന്നൊക്കെ തന്നെ അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറയുന്നത് ഇനി പോലീസ് തന്നെ അറസ്റ്റ് ചെയ്യട്ടെ, അതുവരെ പോലീസ് അറസ്റ്റ് ചെയ്യാൻ താൻ കാത്തിരിക്കുകയാണ്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് ഈ കേസുമായി ബന്ധപ്പെട്ട് അദ്ദേഹം മുൻകൂർ ജാമ്യാപേക്ഷയ്ക്കൊന്നും പോവുകയില്ല, താൻ ഒരു കുറ്റവും ചെയ്തിട്ടില്ല. പോലീസിന് എന്താണോ പറയാനുള്ളത് അവർ കോടതിയിൽ പറയട്ടെ, തനിക്ക് പറയാനുള്ളത് താൻ കോടതിയിലും പറയും. അങ്ങനെ പോലീസുമായി നേരിട്ട് ഒരു യുദ്ധം, ആ രീതിയിൽ തന്നെ ഉള്ള ഒരു കോൾഡ് വാർ ആണ് നിലവിൽ ജി സുധാകരൻ നടത്തുന്നത്. സാങ്കേതികമായി പോലീസ് മൊഴിയെടുക്കാൻ വന്നാൽ ഇനി അത്തരം കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോട് ജി സുധാകരൻ സഹകരിക്കുമോ എന്നൊക്കെ തന്നെ നോക്കി കാണേണ്ടതുണ്ട്. അദ്ദേഹം ഇന്ന് രാവിലെ വരെ 3 ദിവസം താമസിച്ചത് അദ്ദേഹം ഗസ്റ്റ് ഹൗസിലായിരുന്നു. ആലപ്പുഴ ഗസ്റ്റ് ഹൗസിലാണ് താമസിച്ചു വന്നത്. അദ്ദേഹത്തിന്റെ ഭാര്യ മറ്റൊരു ദൂരയാത്ര പോയതുകൊണ്ടായിരുന്നു അത്. ഇന്ന് അദ്ദേഹം വീട്ടിലേക്ക് മടങ്ങിയിട്ടുണ്ട്. ഉച്ചയ്ക്ക് 2 മണിക്ക് അദ്ദേഹത്തിന് ഒരു പൊതുപരിപാടിയിൽ അദ്ദേഹം പങ്കെടുക്കും, അവിടെയും അദ്ദേഹം പ്രസംഗിക്കും. ഇതുമായി ബന്ധപ്പെട്ട് പാർട്ടി നേതാക്കൾ ആരും തന്നെ വിളിച്ചിട്ടില്ല, താനും ആരെ വിളിച്ചിട്ടില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. ഒപ്പം തന്നെ തനിക്കെതിരെ ഇന്നലെ വിമർശനം നടത്തിയ H. സലാം MLAക്ക് കൂടി മറുപടിയുണ്ട്. ഈ സ്മാരകത്തെ പറ്റി, കുഞ്ചൻ നമ്പ്യാർ സ്മാരകത്തെ പറ്റി നടത്തിയ ഒരു വിമർശനം, അതിനെതിരെ സുധാകരനെതിരെ ഇന്നലെ H. സലാം MLA ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു. അതിനെതിരെ മുൻ മന്ത്രി പ്രതികരിക്കുന്നത് ഈ രീതിയിൽ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിനെതിരെ മറ്റൊരു പ്രവർത്തകൻ അല്ലെങ്കിൽ ഒരു അണി ഈ രീതിയിൽ ഒരു കാര്യങ്ങൾ പറയുന്നത് അത്ര ശരിയായ കാര്യമല്ല, എന്ത് തരം പ്രത്യയശാസ്ത്രമാണ് അയാൾക്കുള്ളതെന്ന് കൂടി പരിശോധിക്കണം എന്ന തരത്തിലുള്ള രൂക്ഷ വിമർശനം H. സലാം MLAക്കെതിരെ നേരിട്ടും അദ്ദേഹം പറയുന്നുണ്ട്. ഇനി കേസുമായി ബന്ധപ്പെട്ട അടുത്ത നടപടികൾ പോലീസിന്റെ ഭാഗത്തുള്ളത്, തെളിവ് ശേഖരണത്തെ സംബന്ധിച്ച് ഒന്നും പോലീസിന് ലഭ്യമായിട്ടില്ല. പക്ഷേ NGO യൂണിയൻ പ്രസംഗത്തിൽ അന്ന് ഈ ജി സുധാകരൻ പ്രസംഗിക്കുന്ന ഘട്ടത്തിൽ അവിടെ ഉണ്ടായിരുന്ന നേതാക്കളോടൊക്കെ തന്നെ മൊഴി പോലീസ് രേഖപ്പെടുത്തും. അടുത്ത ദിവസം തന്നെ ജില്ലാ കളക്ടറേറ്റിലുമായി ബന്ധപ്പെട്ട് അന്നത്തെ തെരഞ്ഞെടുപ്പ് സാമഗ്രികൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുകൂടി വേണമെന്നുള്ള ആവശ്യം പോലീസ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഏതായാലും പോലീസിനെതിരെയാണ് ജി സുധാകരൻ രംഗത്തെത്തിയിട്ടുള്ളത്. 3 ദിവസത്തിനുള്ളിൽ തനിക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി. എന്നാൽ സജി ചെറിയാൻ അത് പേരെടുത്ത് പറയാതെ തന്നെയാണ് എന്ത് നിയമ നടപടിയാണ് സ്വീകരിച്ചിട്ടുള്ളതെന്ന ചോദ്യം കൂടി അദ്ദേഹം ഉയർത്തുന്നുണ്ട്. പോലീസ് നടപടി സ്വീകരിക്കട്ടെ, അതിനൊരു വെല്ലുവിളിയോടെ തന്നെ അദ്ദേഹം കാണുകയും ചെയ്യുന്നുണ്ട്.